ഹായ്. ഇന്നെന്താ പരിപാടിന്നാ? ഇന്ന് ചിരട്ട വെച്ചേ ചെടി ഉണ്ടാക്കാനുള്ള ഒരു സംഭവം ചെയ്യുവാണേ. അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറേ നാള് മുമ്പ് ചെയ്ത ഒരു സാധനമാണ്. അതിനെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ട് കുറേ നാളായി. ഞാൻ മേളില് സെക്കൻഡ് ഫ്ലോറിൽ വെച്ചിരുന്നായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് അവിടെ ആയിരുന്നു താമസിക്കുന്നത്. പിന്നെ അവിടുന്ന് താഴോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ വാടകയ്ക്ക് ആക്കിയപ്പോൾ ആ സാധനം ഞാൻ താഴോട്ട് കൊണ്ടുവന്ന് ഒരു സൈഡിൽ വെച്ചിട്ട് കുറച്ച് നാളായി. ഇതെന്താന്ന് കാണിച്ചു തരാം. ഇതാണ് ആ സംഭവം. ഇത് ഇത് നമ്മളെ വീട് പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് വേസ്റ്റ് ആയിട്ട് കിടന്ന ഒരു പൈപ്പ് കഷ്ണം. അതിൽ സോൾഡറിങ് ഞാൻ ചൂടാക്കി ഒരു ചെറിയ ഹോൾ ഇട്ട്, എന്നിട്ട് ചിരട്ടയിലും ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് അതിൽ നമ്മൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തേക്കുന്ന കുഞ്ഞു ഹോൾ ഇട്ടിട്ട് നമ്മൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ആ സ്ക്രൂവിന്റെ അളവിന് ആ ഹോള് അഡ്ജസ്റ്റ് ആയി ടൈറ്റ് ആയിക്കോളും. അങ്ങനെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഹോളിട്ട് ആ ചിരട്ട അതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊരു 3-4 വർഷമായി ഇത് ചെയ്തിട്ട്. എന്നിട്ട് ഇത് അതിൽ നിറച്ച് ചെടിയൊക്കെ വെച്ച് നല്ല ലുക്കിന് വെച്ചിരുന്നയാ. പിന്നെ ഞാൻ ഇത് മേളിൽ ഇരുന്ന് ചീത്തായി പോണ്ട, ചിരട്ട ഒരുപാട് വെയിലത്താതിരുന്നത്, അങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച്. അങ്ങനെ വെയിലും മഴയൊക്കെ കൊണ്ട് ചിരട്ട നല്ല പോളിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് നമുക്ക് ഇതുമ്മ ചെടി വെക്കാവെന്ന് ഓർത്ത് ഞാൻ എടുത്തോണ്ട് വന്നയാ. അപ്പൊ ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് ഗ്ലാമർ ആക്കി എടുക്കാം. ഈ ചിരട്ടയും ഈ പൈപ്പിനെയൊക്കെ നമുക്കൊന്ന് ഗ്ലാമർ ആക്കി എടുക്കാം. ഇതിപ്പോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ജോയിന്റ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കിടന്ന വേസ്റ്റ് പൈപ്പ് അതായത് കൊണ്ടാണ്. ഇപ്പൊ സാധാരണ ചെയ്യാനാണെങ്കിൽ വെറും ഒരു PVC പൈപ്പ് മതി. ഇതാ ജോയിന്റ് ഉള്ള പൈപ്പാണ് അവിടെ വേസ്റ്റ് ആയി കിടന്നത്. അതുകൊണ്ട് ആ ജോയിന്റ് ഇങ്ങനെ കാണുന്നതേ ഉള്ളു കേട്ടോ. ഇത് എന്നിട്ട് ഇതിന്റെ ഈ പൈപ്പിന്റെ മേളിൽ നമ്മൾ 2 ഹോൾ ഇട്ടിട്ട് നമ്മുടെ കട്ടിയുള്ള വയറിന്റെ കഷ്ണം വെച്ച് കെട്ടിയേക്കോ ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടി. ഇതിപ്പോ ഞാൻ ഇവിടെ ഹാങ് ചെയ്യുവാണേ. വുഡ് സീലറാണ്, അതായത് വുഡിന്റെ അതിന്റെ നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് അടിക്കുന്ന സാധനമാണ്. വുഡ് പെയിന്റ് ഒന്നും അടിക്കാതെ അതിന് നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടി അടിക്കുന്ന സാധനം സീലർ എന്നാ പറയുന്നത്. ഈ സാധനം ആ ചിരട്ടയ്ക്ക് അടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അത് ആ ചിരട്ടയുടെ നാച്ചുറൽ കളറേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ പെയിന്റിങ് കഴിഞ്ഞ് ബാക്കി വന്നതാ. കുറെ നാളായിട്ട് അടച്ചു വെച്ചേക്കുന്നതല്ലേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ചിരട്ടയിൽ സീലർ അടിച്ചു കൊടുക്കേ. ഇത് ഒരു വട്ടം അടിച്ചാൽ മതിയാവത്തില്ല, 2 വട്ടം അടിക്കേണ്ടി വരും. കാര്യം ചിരട്ട ഇത്രയും ദിവസം ആ വെയിലത്തൊക്കെ ഇരുന്നല്ലേ, നന്നായിട്ട് ആ സീലറിനെ വലിച്ചെടുക്കും. ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാ. ഒരു കോട്ട് സീലർ അടിച്ചത് ഫുള്ള് വലിഞ്ഞത്. ഇപ്പൊ 2ാമത്തെ കോട്ട് അടിച്ചു തുടങ്ങിയതാണ്. ഇന്ന് അടിക്കാൻ ഒരുപാട് സീലർ വേണം. ഫുള്ള് നല്ലോണം ചിരട്ട വലിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആ ചിരട്ടയിലെ 2 കോട്ട് സീലർ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ജനലിന്റെ കമ്പിക്ക് അടിക്കാനായിട്ട് എടുത്ത ബ്ലാക്ക് പെയിന്റ് ആണ്. ഈ ബ്ലാക്ക് പെയിന്റ് നമുക്ക് ഇനി ആ പൈപ്പിന് അടിച്ചു കൊടുക്കാം. ഇതിപ്പോ നമ്മൾ 2 കോട്ട് സീലർ അടിച്ചു, ഇതിൽ 1 കോട്ട് പെയിന്റും അടിച്ചു. ഇനി ഇത് നമ്മൾ ഈ ചിരട്ട ഒരുപാട് നാളായ ചിരട്ട ആയതുകൊണ്ട് ഇതിന്റെ ബലമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ദ്രവിച്ചു പോകും. അതിനകത്ത് നേരിട്ട് മണ്ണ് നിറച്ചാലേ പെട്ടെന്ന് ആ ചിരട്ട ദ്രവിച്ചു പോകും. അത് കാരണം ഞാൻ നമ്മുടെ നഴ്സറിയിൽ നിന്ന് ചെടി വരുന്ന ആ പാക്കറ്റ് ഇല്ലേ, ആ പാക്കറ്റ് ഞാൻ എടുത്ത് ചിരട്ടയ്ക്കകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിരട്ടയുടെ ഷേപ്പിൽ നമ്മളിത് മുറിച്ചിങ്ങനെ മാറ്റും.
നമുക്ക് ചിരട്ടയ്ക്കകത്ത് വെച്ച് കൊടുക്കാം. എല്ലാ ചിരട്ടയിലും ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. രാത്രി ആയത് കാരണം ഇവിടെ വെളിച്ചം കുറവായത് കാരണം നല്ല ക്ലിയർ ആയിരിക്കില്ല. ഊൺ കൃഷിക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ച വൈക്കോലാണ്. അത് ചെയ്യാൻ പറ്റാതെ വന്നിട്ട് വൈക്കോൽ അവിടെ ഇരുന്ന് ചീത്തയായി പോയി. അതിപ്പോൾ നമുക്ക് ചെടിക്ക് വെച്ച് കൊടുക്കാം. അപ്പം ചിരട്ടയിൽ ഒരുപാട് വെയിറ്റ് വരത്തില്ല. ഞാനിപ്പോൾ 2-3-4 എണ്ണത്തിൽ ഞാൻ നിറച്ചിട്ടുണ്ട്. നിറയ്ക്കാത്ത ചിരട്ടയ്ക്കകത്തൊക്കെ നമുക്ക് ഇങ്ങനെ വൈക്കോല് വെച്ച് കൊടുക്കാം. അത് ഞാനിങ്ങനെ എന്ത് പാത്രം നിറയ്ക്കുമ്പോഴും വെയിറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കരിയിലയോ വൈക്കോലോ അല്ലെന്നുണ്ടെങ്കിൽ ചകിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചേർക്കും, അധികം വെയിറ്റ് വരാതിരിക്കാൻ. അപ്പം ആ സമയത്ത് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ആ സാധനം അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത് സാദാ മണ്ണും മറ്റേ നഴ്സറിയിൽ നിന്ന് വരുന്ന ചുമന്ന മണ്ണും കൂടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണേ. നമുക്ക് എല്ലാ ചിരട്ടയും ഇതേപോലെ മണ്ണ് നിറച്ചു കൊടുക്കാം. വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങും ചരിവായത് കാരണം. ഇങ്ങനെ നിറഞ്ഞ് ബുഷിയായിട്ട് നിൽക്കുന്ന ചെടികളില്ലേ, അങ്ങനത്തെ ചെടികളാണ് ഞാൻ ഇതിനകത്ത് വെച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് ഈ മണി പ്ലാന്റ് ആണേ. ഇതാണ് ആ മണി പ്ലാന്റ്. ഇതിങ്ങനെ വളർന്ന് ആ ചിരട്ടയുടെ നിരപ്പെത്തുമ്പോൾ അത് ആ ലെവലിൽ കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നിർത്തും. അപ്പം നല്ല ഭംഗിയായിരിക്കും. എടുത്തിരിക്കുന്നതേ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്ന ആ ചെടിയാണേ. കാര്യം ഇതൊക്കെ നമുക്ക് ബുഷിയായിട്ട് വളർന്നു വരുമ്പോൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് നിർത്താം. അങ്ങനത്തെ പ്ലാന്റ്സാണ്. അടുത്ത ഇട്ട് കൊടുക്കുന്ന ഈ ചെടിയാണേ. എനിക്കിതിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ലേ. അടുത്ത എടുക്കുന്നത് ഈ ചെടിയാണേ. കൃഷ്ണോട് വെച്ച് കൊടുക്കേ. ഈ ചെടിയാണേ അടുത്തത്. അടുത്ത പ്ലാന്റ് ഇതിട്ട് കൊടുക്കേ. അടുത്ത ചെടി ഇതാണേ. എൻ്റെ അടുത്ത് ഇച്ചിരി ഉള്ളു ഈ ചെടി. ഇത് വെച്ചു കൊടുക്കുക. അടുത്ത പ്ലാന്റ് ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് നമുക്ക് ഈ ചെടി ഇട്ട് കൊടുക്കേ. ഇതിൻ്റെ ഗോൾഡൻ കളർ ആക്രിലിക് പെയിന്റ് ആണ്. ഇതേപോലെ ഒരു സ്പോഞ്ചിൽ വെച്ചിട്ട് ഇങ്ങനെ തൊട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.